നമസ്കാരം. ട്രംപിന്റെ മകളായ ഇവാങ്ക ട്രംപിന് നേരെ ഭീകരാക്രമണ ശ്രമം. ഇറാഖി ഭീകരവാദിയായ മുഹമ്മദ് ബക്കർ ദാവൂദാണ് ആക്രമണത്തിൻ്റെ പിന്നിൽ. ഇദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ട്രംപിൻ്റെ മകൾക്കെതിരായുള്ള ആക്രമണത്തിന് പുറമെ ന്യൂയോർക്കിലെ ഒരു സിനഗോഗും കാലിഫോർണിയയിലെയും ലോസ് ആഞ്ചലസിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടിരുന്നതായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. 32-കാരനായ മുഹമ്മദ് ബക്കർ സാദ് ദാവൂദ് ഇറാഖി ഭീകരവാദിയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം, ഇറാനെതിരെയുള്ള പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പ്രതികാരം എന്നോണമാണ് ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയത്. ഇറാനെതിരെയുള്ള ഈ യുദ്ധത്തിൽ ഒരു പ്രതികാരം എന്നോണം ഇറാഖിലെ കത്തൈബ് ഹിസ്ബുള്ള എന്ന ഭീകരവാദ സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തിയത്. എന്തായാലും ഇത് ലോകത്തെ വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുടെ ആസൂത്രണം നടന്നിരുന്നതായിട്ടും ഇത് പൊടുന്നനെ ഉണ്ടായ ഒരു ആക്രമണം അല്ല എന്നും യൂറോപ്പിലെയും അമേരിക്കയിലെയും പ്രധാനപ്പെട്ട സിനഗോഗുകളിലും കേന്ദ്രങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, തുടരാക്രമണത്തിനും ഇവർ പദ്ധതിയിട്ടിരുന്നതായിട്ടുമാണ് അറിയാൻ കഴിയുന്നത്. ഇറാനെതിരെ നടക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇവരെ പിന്തുണയ്ക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പദ്ധതി എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മാർച്ച് 13-ന് റോട്ടർഡാമിലും ആംസ്റ്റർഡാമിലെ ജൂത സ്കൂളിലേക്കും മാർച്ച് 15-നും ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ടും ഇവർ പദ്ധതിയുണ്ട്. പക്ഷേ ആ പദ്ധതി വലിയ കാര്യമായ രീതിയിൽ ഫലവത്താക്കുവാൻ വേണ്ടിയിട്ട് നടന്നിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ലോകവ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സ്ലീപ്പർ സെല്ലുകളെ ഇവർ നിയോഗിച്ചിട്ടുള്ളതായിട്ടും അതിന് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളതായും വിവിധ ഭീകരവാദ സംഘടനകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തമ്പടിച്ചിട്ടുള്ളതും താവളമടിച്ചിട്ടുള്ളതുമായിട്ടാണ് കണക്കാക്കാൻ കഴിയുന്നത്. ഏഷ്യയിലേക്കും യൂറോപ്പിലെയും നിരവധിയായിട്ടുള്ള ഇത്തരം ചെറു ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ ഭീകരവാദ സംഘടനകൾ, നേരത്തെ കേട്ടുകേൾവി പോലുമില്ലാത്ത ചില ഭീകരവാദ സംഘടനകൾ പോലുമുണ്ട്, രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് ഷിയയും സുന്നിയും ഭീകരവാദ സംഘടനകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇറാന് നേരെയുള്ള യുദ്ധത്തിൽ കടുത്ത അമർഷമാണ് ഇസ്ലാമിക സംഘടനകൾക്കുള്ളത്, ഇസ്ലാമിനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഫണ്ടിംഗ് ആണ് ഈ ഭീകരവാദ സംഘടനകൾക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്നതാണ്. മധ്യേഷ്യയിൽ നിന്ന് കാര്യമായ സംഭാവനകൾ ഇതിനു വേണ്ടിയിട്ട് ഇല്ല എങ്കിലും മറ്റ് ആഫ്രിക്കൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ കാര്യമായ രീതിയിലുള്ള പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ സാമ്പത്തികമായി അത്രയേറെ സുരക്ഷിതമല്ല ഇവരുടെ സ്ഥിതിയെങ്കിലും ഇവർക്ക് ഫണ്ട് പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നതായിട്ടും കൂടുതൽ ആസൂത്രണം നടത്തുവാനും കൂടുതൽ ഭീകരാക്രമണങ്ങൾ പ്രധാനമായും അമേരിക്കയും ഇസ്രായേലിനെയുമാണ് ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂത കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് ഇവരുടെ ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട സാധ്യത. പാകിസ്ഥാൻ വഴിയും ചില ആക്രമണങ്ങൾ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഭീകരവാദ സംഘടനകൾ ആഗോളതലത്തിൽ തന്നെ ഇവർ വിവിധ രാജ്യങ്ങളിലേക്ക് സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചും ചെറു ഗ്രൂപ്പുകളാക്കി തിരിച്ചും ഇത്തരത്തിലുള്ള ഭീകരവാദ ആക്രമണങ്ങൾ ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇവാങ്ക ട്രംപിന് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഈ ആക്രമണത്തെ വലിയ രീതിയിലാണ്, വലിയ ഒരു ആകാംക്ഷയോടും ഏറെ ഉത്കണ്ഠയോടുകൂടിയാണ് ലോകം വിലയിരുത്തുന്നത്. ട്രംപിന് നേരെ ഈ അടുത്ത സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം അമേരിക്കയിൽ വെച്ച് തന്നെ നടന്നത് എന്നത് വലിയ ആശങ്കപ്പെടുത്തുകയാണ് ലോകത്തെ. എന്തായാലും ഈ ആക്രമണത്തിൽ വലിയ ജാഗ്രതയോടുകൂടിയാണ് ലോകം ഇരിക്കുന്നത്, പ്രത്യേകിച്ചും ഇസ്രായേലും അമേരിക്കയും. എന്തായാലും ഹോർമൂസിലെ പ്രശ്നം ഉടനടിയൊന്നും അവസാനിക്കുവാനുള്ളൊരു സാധ്യതയില്ലാത്ത പക്ഷം ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയും ഇസ്രായേലിൻ്റെയും സംയുക്ത ഉപരോധം ഹോർമൂസിൽ നടക്കുന്ന ഈ സ്ഥിതിക്ക് ലോകത്തെ അത്യധികം ഈ പ്രശ്നം വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ ഒരു നീക്കം, വളരെ ശക്തമായ നീക്കം, ശക്തമായ സുരക്ഷയും ലഭിച്ചില്ല എങ്കിൽ ലോകത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇതിനോടകം ഉടൻ തന്നെ നമുക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് വിഷയത്തെ സമീപിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.